ഹായ് ഹലോ. ഇന്ന് ഒരു കലത്തപ്പം ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരുടെ അമ്മ വന്നപ്പം പറഞ്ഞു, നിങ്ങളെ കലത്തപ്പം ഉണ്ടാക്കുമല്ലോ, കലത്തപ്പം ഒന്ന് ഉണ്ടാക്കാവോ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, അതിനുള്ള തിങ്സ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ പറയാവേ. ഒന്നില്ല അരിപ്പൊടി, ഒന്നില്ല അരി കുതിർത്തി വെച്ച് ഊറ്റിയെടുത്ത അരി വേണം. അരി, ചോറ്, തേങ്ങ ചിരകിയത്, തേങ്ങാക്കൊത്ത് അവസാനം ഒന്ന് വറുത്തിടാൻ വേണ്ടി, പിന്നെ ചെറുള്ളി ഒന്ന് അരിയാനുണ്ട്, അത് പിന്നെ കാണിക്കാം. പിന്നെ ഏലക്ക, ഇത് ഇച്ചിരി ചതച്ചിട്ടിടാൻ കേട്ടോ, ഇത് രണ്ടും കൂടെ, ജീരകം, ഉപ്പ്, സോഡ, ശർക്കര. ഞാൻ ശർക്കര ഇത്ര എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ. ഇത്രയും സാധനങ്ങളും വേണം. ഇനി ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ തേങ്ങയും ചോറും ജീരകം, ഏലക്ക, ഉപ്പിട്ട് അരച്ചത് ഇട്ടായിരുന്നു. ഇനി ശർക്കര അരിച്ചതാട്ടോ. കുറച്ച് ശർക്കര അങ്ങ് ഒഴിക്കുവാണേ. ഇത്ര മതിയെന്ന് എനിക്ക് തോന്നിയേ. ഇനി ഇത് വിസ്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. കുറച്ച് ഓയിലിടുക കേട്ടോ, ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് ഓയിലും ഫ്രൈ ആക്കണം. സവോളയും തേങ്ങയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുവാണേ. ഇതിലേക്ക് മാവ് ഒഴിക്കുക കേട്ടോ. ഇനി ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഫൈനലി ഞങ്ങളുടെ കലത്തപ്പം ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതാക്കി ഇടണം കേട്ടോ. സൈഡിലൊന്ന് ഇളക്കിയിട്ടൊന്ന് ഇടണം. അതിനൊരു കത്തി വേണം. അങ്ങനെ ഗൈസ്, കലത്തപ്പം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഷേപ്പ്. അവസാനം അടിയിൽ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. മോനാണെങ്കിൽ കലത്തപ്പം കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. അത് കഴിക്കാൻ വേണ്ടി, കൈയിടാൻ വേണ്ടി, കഴിക്കൊന്നുമില്ല, പീച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കുക്കറിലുണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചുണ്ടാക്കണം. ഒരിച്ചിരി സമയം മുന്നോട്ട് പോയാലുണ്ടല്ലോ അടിയിലത് കരിഞ്ഞു പോവും. അതുകൊണ്ട് അപ്പോൾ എന്തായാലും കുറച്ചേ കരിഞ്ഞുള്ളൂ, ഒത്തിരി കരിഞ്ഞൊന്നുമില്ല. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഉണ്ടെന്നേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുറിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്.
എല്ലാവർക്കും ട്രൈ ചെയ്യാം. നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.